Hello friends, ഇപ്പോൾ ഈ ഒരു കമൻറ്റിന് റിപ്ലൈ തരാനായിട്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ചോദിച്ചിരിക്കുന്നത്, ഹായ്, if you're in UK for more than 1 year and went on maternity leave for 150 days in India and come back to UK before 180 days and stay for a month in UK, can we still go for another 180 days? If so, will it affect the 180-day rule or ILR in future? അപ്പോൾ ഇപ്പോഴത്തെ ഗവൺമെൻറ് പോളിസി അനുസരിച്ച് ഇവർ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു 1 year അല്ലെങ്കിൽ 12 month റോളിംഗ് പീരീഡാണ് ഇവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഫിക്സഡ് അല്ല. അപ്പം നമുക്ക് ഈ ഒരു 1 ഇയറിൽ നമുക്ക് 180 ഡേയ്സിൽ കൂടുതൽ നാട്ടിൽ പോയി നിൽക്കാനുള്ള പെർമിഷൻ നമുക്കില്ല. ഇപ്പോൾ നമ്മൾ 150 ഡേയ്സ് നാട്ടിൽ പോയി നിന്നിട്ട് വീണ്ടും തിരിച്ചു വന്നിട്ട് 1 month UK നിന്നിട്ട് വീണ്ടും 180 ഡേയ്സ് പോയാലും അത് ആ 1 year പീരീഡിനുള്ളിൽ വരുന്നതുകൊണ്ട് തന്നെ അവർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 150 ആദ്യം പോയതൊരു കാൽക്കുലേറ്റ് ചെയ്യും, ആ 1 year തന്നെ വരും. രണ്ടാമതാണ് 180, ഈ 2 പീരീഡുകളും ഈ 1 year തന്നെ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ പോകാനുള്ള പെർമിഷൻ ഇല്ല. അപ്പോൾ ഈ ചോദിച്ചതുപോലെ പോകാനുള്ള പെർമിഷൻ നമുക്കില്ല. അത് നമ്മുടെ ILRനെ എഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഉത്തരം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു.